ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്യയുടെ റാങ്ക് ഫയലാണോ ടാലൻ്റ് റാങ്ക് ഫയലാണോ ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൽ ഏത് റാങ്ക് ഫയലാണോ നല്ലതെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലും ലക്ഷ്യയുടെ റാങ്ക് ഫയലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ നോക്കുന്നത് PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെയാണ്. കാരണം വായിക്കാൻ എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടവും പിക്ചറൈസേഷനൊക്കെ കൂടുതൽ വരുന്നത് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലിനാണ്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് ഏത് റാങ്ക് ഫയലാണ് ബെറ്റർ എന്ന് തോന്നിയതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഫയലായിരിക്കും ഇഷ്ടം, അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അതിൽ ഉണ്ടായിരിക്കാം. എനിക്ക് എപ്പോഴും പടങ്ങൾ കണ്ടൊക്കെ പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഏത് റാങ്ക് ഫയലാണ് ഇഷ്ടം എന്ന് ചോദിച്ചതിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ തരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം തീർച്ചയായിട്ടും ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ആണ്. എന്ന് പറഞ്ഞാൽ ടാലൻ്റ് റാങ്ക് ഫയൽ ഇല്ല എന്നല്ല, കയ്യിലുണ്ട്. പക്ഷേ വായിക്കുമ്പോഴും കൂടുതൽ മനസ്സിലാവുന്നതൊക്കെ ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലാണ്. അറിവിടമെന്നും പറഞ്ഞ് ടാലൻ്റ് ഒരു PYQ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അക്ഷരങ്ങൾ വളരെ ചെറുതാണ്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ അത് വായിക്കാൻ എന്നെപ്പോലെ കണ്ണട വെച്ചവർക്ക് വളരെ റിസ്ക് ആയിരിക്കും. ഭയങ്കര സ്ട്രെയിൻ കൊടുത്ത് വേണം വായിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്തരം ബുക്കുകളെക്കാളും കുറച്ചും കൂടി വലിപ്പം എനിക്ക് ടാലൻ്റ് അക്കാഡമിയെക്കാളും ലക്ഷ്യ പബ്ലിക്കേഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഫയലായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഇപ്പോൾ ട്രിക്റ്റഡിൽ ജോയിൻ ചെയ്തു, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറിയൻറ്റേഷൻ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കണ്ടവർക്ക് തന്നെ അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേണും സാറിൻ്റെ ഒരു പ്ലാനൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് 1-2 ദിവസം നമ്മൾ ക്ലാസ് ഫോളോ ചെയ്തിരുന്നതല്ല, ആ ഒരു എനർജിയോടുകൂടി എൻഡ് വരെ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ പോയാൽ മാത്രമേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ 1-2 ദിവസം ക്ലാസ് പെൻഡിങ് ഒന്നും വരുത്താതെ നോക്കുന്നവർ പിന്നെ പെൻഡിങ് വരും. എനിക്കിതുവരെയും പെൻഡിങ് വന്നില്ല. ഞാൻ മാക്സിമം പെൻഡിങ് വരാതെ നോക്കും എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പെൻഡിങ് വന്നാലും അത് എത്രയും വേഗം അത് കവർ ചെയ്യാൻ നോക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്താണ് സാറ് എന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ റാങ്ക് ഫയൽ ഒക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എങ്കിൽ പിന്നെ നിങ്ങളൊരു പെയ്ഡ് ആപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിൽ സാറ് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള സോഴ്സസിനെയൊക്കെ കുറിച്ച്. അപ്പോൾ SCERT എവിടെ പഠിക്കണം, വേറെ റെഫർ ചെയ്യണം, ഏത് ബുക്കാണ് നല്ലതെന്നൊക്കെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ് SCERT വേറെ ബുക്ക് റെഫർ ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വില കൊടുത്ത് ഈ ആപ്പ് എടുത്തത്. എൻ്റെ കയ്യിലും SCERT NCERT ഒക്കെ പഠിക്കാനായിട്ട് സെപ്പറേറ്റ് റാങ്ക് ഫയലൊക്കെ ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നാണ് സാറ് പറയുന്നത്. അവർ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി, അത് മാത്രം മതിയെന്ന്. പിന്നെ ഞാൻ PYQ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അതും കൂടി നോക്കാമെന്ന് കരുതിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രിക്റ്റേണിൻ്റെ വിശേഷവും ക്ലാസ്സുകളും എങ്ങനെയാണ് എന്നുള്ളതും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഒരു മാസം അല്ലെങ്കിൽ ഒരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 2 ക്ലാസ്സാണ് കിട്ടുന്നത്. സെപ്റ്റംബർ 1 തൊട്ട് 3 ക്ലാസ് കിട്ടിത്തുടങ്ങും. അതെല്ലാം സാർ യൂട്യൂബിൽ തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ അല്ലെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. 1999 രൂപയാണ് ആപ്പിൽ പർച്ചേസ് ചെയ്യുന്ന LDC 2027 അൾട്ര പർച്ചേസ് ചെയ്യേണ്ട ഫീസ്. അപ്പോൾ നമുക്കിനി ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യയുടെയും ടാലൻറ്റിൻ്റെയും ബുക്ക് എങ്ങനെയാണ് ഞാൻ കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 4300+ ക്വസ്റ്റ്യൻ SCERT PYQ നമ്മുടെ ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്കാണിത്. 5 മുതൽ 10 വരെ. ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടാലൻറ്റിൻ്റെ തന്നെ 2010 മുതൽ 23 വരെയുള്ള 93 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ ഇത് 2 വോളിയമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വോളിയത്തിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ വോളിയത്തിൽ കുറച്ചും കൂടി പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ടാമത്തേലാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷനൊക്കെ കുറവാണ്, കാരണം ഫസ്റ്റിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് ഈ ബുക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വായിക്കാനൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ബ്രെയിനിനെ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഈ അറിവിടത്തിലേക്ക് വന്നപ്പോൾ വളരെ ചെറിയ ലെറ്റേഴ്സാണ് കേട്ടോ. കണ്ണാടി വെച്ചവർക്കും നമുക്ക് നൈറ്റിലൊക്കെ വായിക്കാൻ നല്ല സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അറിവിടം വാങ്ങിയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളമാണ് ഈ പറയുന്നതെന്ന്. കാരണം അത്രയും ചെറിയ തരത്തിലാണ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ പടങ്ങളൊക്കെ വളരെ കുറവാണ്. മാക്സിമം അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നതെന്ന്. കാരണം പിന്നെ അതൊരു നെഗറ്റീവായി തോന്നരുത് എല്ലാവർക്കും. ഞാൻ അവർക്ക് ചിലപ്പോൾ ചിലവർക്ക് ടാലൻറ്റ് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതുപോലെ
അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അറിവിടം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ അറിവിടത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയൊക്കെ വരുന്നത്. അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ട് റാങ്ക് ഫയലുകളെ വാങ്ങുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. ഇത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ആണ്. ഇത് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ആണ്. ഒരുപാട് വീഡിയോസിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ബുക്ക് ഏതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ബുക്കാണ്. കണ്ടോ, കുറച്ച് ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ ബ്രെയിനിന് ക്യാച്ച് ചെയ്ത് നമുക്ക് വേഗം മനസ്സിലാവുന്ന തരത്തിലാണ്. എനിക്ക് അതൊക്കെയാണ് കൂടുതലിഷ്ടം. അപ്പോൾ കണ്ടൻറ്റ് എല്ലാത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റൈലും പാറ്റേണും ഒക്കെയാണ് ഡിഫറൻ്റായിട്ട് നമുക്ക് തോന്നാറുള്ളത്. അതനുസരിച്ച് വേണം പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് വീഡിയോസൊക്കെ കാണുന്നതും ഒക്കെ. അതനുസരിച്ച് വേണം നമ്മൾ ബുക്ക് വാങ്ങാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞതുപോലെ ഓരോ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങുക. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്കിത് വാങ്ങണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു റാങ്ക് ഫയലാണ് കേട്ടോ. 3 വോളിയാണുള്ളത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വോളിയോ ആയിട്ടാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിൽ ആ ലക്ഷ്യയുടെ വീഡിയോ ബുക്കൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആപ്പൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആപ്പ് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു കമൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റാങ്ക് ഫയലിനേക്കാളും നമുക്ക് ഒരുപാട് ആപ്പും ഒക്കെ ഫ്രീ ആണ്. താല്പര്യമുള്ളതനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇന്നത്തെ ഇതിലുണ്ട്. യൂട്യൂബിലും ടെലഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്, പെയ്ഡ് ക്ലാസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ബെറ്റർ എന്ന് തോന്നുന്നത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ റാങ്ക് ഫയലിൻ്റെ കാര്യം. അപ്പോൾ ഇതേ ഉള്ളൂ, ജസ്റ്റ് ഇത്രയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പിക്ചറൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്. എല്ലാത്തിലെയും കണ്ടൻറ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ. താങ്ക് യു.